റൈഫിൾ ക്ലബ് ആഷിഖ് അബു സംവിധാനം ചെയ്ത് ദിലീഷ് പോത്തൻ, അനുരാഗ് കശ്യപ്, വിജയരാഘവൻ, വിഷ്ണു അഗസ്ത്യ, വാണി വിശ്വനാഥ്, ഉണ്ണിമായ പ്രസാദ്, സുരഭി ലക്ഷ്മി, ദർശന രാജേന്ദ്രൻ തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു റൈഫിൾ ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് ഈ സിനിമ പറയുന്നത്. ഒറ്റ വാക്കിൽ കിടിലൻ വൈബ് സാധനം. സിമ്പിൾ ആയിട്ടുള്ള ഒരു വൺ ലൈൻ സ്റ്റോറിയാണ്. അത് ഡെവലപ്പ് ചെയ്തിട്ട് ഒട്ടും മുഷിപ്പിക്കാതെ എൻഗേജിംഗ് ആക്കി കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് പോസിറ്റീവായിട്ട് പറയാനുള്ളത്. ആഷിഖ് അബുവിന്റെ സ്റ്റൈലിഷ് മേക്കിംഗ് പടത്തിന്റെ ഏറ്റവും വലിയ കരുത്താണ്. ഒരു നല്ല ഡയറക്ടർ എന്ന നിലയിൽ തന്റെ ആവനാഴിയിൽ ഇനിയും അമ്പുകൾ അവശേഷിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം തെളിയിക്കുകയാണ് ഇതിലൂടെ. ഒപ്പം കിടിലൻ കാസ്റ്റിംഗ്, അവരുടെ എല്ലാം നല്ല പെർഫോമൻസ് ആൻഡ് ടെക്നിക്കലി കൂടി മികവുള്ളതായപ്പോൾ പടം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുകയാണ്. തുടങ്ങി അധികം വൈകാതെ ആരംഭിക്കുന്ന വെടിശബ്ദം, ആ ഒരു ഗൺ ഷോട്ട്സ് ആൻഡ് BGM ഒക്കെ കൊണ്ട് തിയേറ്ററിൽ ഇടിയുടെ പൂരമായി മാറുകയാണ് റൈഫിൾ ക്ലബ്. ഒരേ പ്രസൻസ് ഓഫ് മൈൻഡിൽ ജീവിക്കുന്ന കുറെ ആളുകൾ. ഇപ്പോൾ വെടിവെക്കുക എന്നത് മാത്രമാണ് അവരുടെ മെയിൻ എന്ന് പറയാം, തെറ്റിദ്ധരിക്കരുത്. ഡാർക്ക് കോമഡിയും ഡബിൾ മീനിങ്ങും നിറഞ്ഞ തമാശകളും ആ ഒരു വേൾഡിലുള്ള കഥാപാത്രങ്ങളുടെ ഒരു ബേസിക് സ്വഭാവം തന്നെയാണ്. സോ അവരുണ്ടാക്കുന്ന അത്തരം തമാശകളൊക്കെ തന്നെ നന്നായിട്ട് വർക്കായിട്ടുള്ളതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പെർഫോമൻസിൽ ഒരാളെ മാത്രമായിട്ട് എടുത്തു പറയാൻ പറ്റില്ല, ഒരുപാട് പേരുണ്ട് പടത്തിൽ, എല്ലാവരും കിടിലനായിരുന്നു. സെക്രട്ടറി അവറാനായിട്ട് വന്ന ദിലീഷ് പോത്തൻ പതിവ് പോലെ ആ റോള് ഗംഭീരമാക്കിയിട്ടുണ്ട്. ഇപ്പൊ കണ്ണിനെ കുറിച്ചുള്ള കഥ പറയുന്നത് മുതൽ അവറാൻ എന്ന വിളി കേൾക്കുന്നത് ഉൾപ്പെടെ ഓർത്തിരിക്കാൻ ഒരുപാട് നിമിഷങ്ങൾ പടത്തിലുണ്ട്. മലയാളം കുറച്ച് മാത്രം അറിയാവുന്ന കന്നഡികയായ ദയാനന്ദ് ബാരെ എന്ന ക്യാരക്ടറായിട്ട് അനുരാഗ് കശ്യപ് കിടുവായിരുന്നു. പെർഫെക്റ്റ് കാസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ എന്ന് പറയാം. മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റം അദ്ദേഹം ഗംഭീരമാക്കിയിട്ടുണ്ട്. ലോനപ്പനായിട്ട് വന്ന വിജയരാഘവനാണ് മറ്റൊരു കിടിലൻ പെർഫോമർ. ചില ചിരി, നോട്ടം, അങ്ങനെ മൈന്യൂട്ട് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ കൊണ്ട് ഭയങ്കര രസമായിരുന്നു അദ്ദേഹത്തിന്റെ അഭിനയം ഈ പടത്തിൽ. ഇട്ടിയാനം എന്ന റോളിൽ വാണി വിശ്വനാഥിനെ വീണ്ടും ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അന്യായ മാസ് ആൻഡ് സ്വാഗുള്ള റോളാണ്, അത് ഗംഭീരമായിട്ട് വാണി ചെയ്തു വെച്ചിട്ടുണ്ട്. വിഷ്ണു അഗസ്ത്യയുടെ ഗോഡ് ജോയ് ആണ് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ. അഭിനയത്തിലേക്ക് അരങ്ങേറിയ ഹനുമാൻ കൈൻഡും തന്റെ റോള് മികച്ചതാക്കിയിട്ടുണ്ട്. ഉണ്ണിമായ പ്രസാദും അതുപോലെ ദിലീഷ് പോത്തനും തമ്മിലുള്ള കെമിസ്ട്രി ഒക്കെ പൊളിയായിരുന്നു. അതുപോലെ ദർശന രാജേന്ദ്രന്റെ കൊച്ചുമോൾ, വിനീത് കുമാറിന്റെ ഷാജഹാൻ, സുരഭി ലക്ഷ്മി, സുരേഷ് കൃഷ്ണ, സെന്ന ഹെഗ്ഡെ, റാഫി, റംസാൻ, രാമു, പൊന്നമ്മ ബാബു, അങ്ങനെ അഭിനയിച്ച എല്ലാവർക്കും മാസ് കാണിക്കാനുള്ള സംഭവം പടത്തിലുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. സോ ഒരു പടത്തിലെ എല്ലാ ക്യാരക്ടേഴ്സും ഒരുമിച്ച് മാസ് കാണിക്കുക എന്ന് പറയുന്ന ഒരു അപൂർവത സമ്മാനിക്കുന്ന പടം കൂടിയാണ് റൈഫിൾ ക്ലബ്ബ്. ശ്യാം പുഷ്കരൻ, ദിലീഷ് കരുണാകരൻ, സുഹാസ് എന്നിവർ ചേർന്നാണ് പടത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. ആഷിഖ് അബു തന്നെയാണ് പടത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ളത്. വി സാജന്റെ എഡിറ്റിംഗ് മികച്ചതാണ്. കുറച്ച് VFX ഉള്ളതും നീറ്റായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. റെക്സ് വിജയന്റെ മ്യൂസിക് പടത്തിനെ വല്ലാതെ എലിവേറ്റ് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ആദ്യത്തെ ഒരു പാട്ടിന്റെ ഒരു പിക്ചറൈസേഷൻ ഒക്കെ കിടുവായിരുന്നു. അതുപോലെ രണ്ടാമത് വേട്ടയ്ക്ക് പോകുമ്പോഴുള്ള ആ ഒരു പാട്ട് അത് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു എന്ന് തോന്നി. ഇതിന്റെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ടീമിനെ പ്രത്യേകമായിട്ട് തന്നെ അഭിനന്ദിക്കേണ്ടതുണ്ട്. മിക്സ് ചെയ്തിരിക്കുന്നത് ഡാൻ ജോസും സൗണ്ട് ഡിസൈനിങ് നിക്സൺ ജോർജുമാണ്. പോളി സൗണ്ട് ഡിസൈൻ ആണ്. നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ തന്നെ ഈ പടം കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിന്റെ കോസ്റ്റ്യൂംസ്, പ്രൊഡക്ഷൻ ഡിസൈന്, ആ ഒരു ബേസ്മെന്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഇന്റർനാഷണൽ ലെവലാണെന്ന് പറയാം. അവിടെ ഇവിടെ ചെറുതായിട്ട് പടം ഒന്ന് ഡൗൺ ആവുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ തിരിച്ച് ട്രാക്കിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ ഒരുപാട് താരങ്ങളുള്ളതുകൊണ്ട് മിക്കവാറും എല്ലാവരും രജിസ്റ്റർ ആയിട്ടുണ്ട്. എങ്കിലും ചിലരെ നന്നായിട്ട് യൂസ് ചെയ്യാത്തതുപോലെ തോന്നി. ഡയറക്റ്റ് ആയിട്ട് തന്നെ ഡബിൾ മീനിങ് തമാശകളൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും പടം ഫാമിലി ഓഡിയൻസിന് കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ആകമൊത്തം ടോട്ടലിൽ ഒരു തീർ ഐറ്റം തിയേറ്ററിൽ പോയി കാണേണ്ട നല്ല ചെത്ത് പടമാണ്. എനിക്ക് നന്നായിട്ട് വർക്കായി. ഞാൻ എൻജോയ് ചെയ്ത് കണ്ടതാണ്. ആക്ഷൻ പ്രേമികൾക്കും അതുപോലെ കോമഡി ഇഷ്ടപ്പെടുന്നവർക്കും ഫാമിലി ഓഡിയൻസിന് ഒക്കെ ഒരുപോലെ പറ്റുന്ന ഒരു പടമായിട്ടാണ് തോന്നുന്നത്. ഒരു ഓൾറൗണ്ടർ വൈബ് സാധനം എന്ന് പറയാം. തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന പടമാണ്. അല്ലാതെ OTT വരുമ്പോൾ 720p 700MB ഫയൽ ടെലഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കണ്ടിട്ട് അയ്യേ ഇതൊക്കെയാണ് അവന്മാർ കൊള്ളാം എന്ന് പറഞ്ഞത് എന്ന് പറയുന്നവരോട് എനിക്കെന്ന് പറയാനുള്ളൂ. ചില പടങ്ങൾ തിയേറ്ററിൽ ആൾക്കൂട്ടത്തിന്റെ കമന്റ്സിന് ഇടയിലിരുന്ന് കണ്ടാൽ കിട്ടുന്ന എക്സ്പീരിയൻസ് അത് വേറെയാണ്. അത് നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ പടം തിയേറ്ററിൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരി.